നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യം ഇതുപോലെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, അസുഖങ്ങൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ എല്ലാം ഷട്ട് ഡൗൺ ആയിപ്പോ, ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം പൂട്ടിപ്പോ, ഈ പറയുന്ന ഹോസ്പിറ്റലല്ലേ ഡോക്ടർമാര് ഗവൺമെന്റ് എല്ലാം പൂട്ടിപ്പോ. അപ്പൊ നമുക്ക് ഈ പാവങ്ങൾ കേട്ടോ, ഓക്കെ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സൽമാൻ ഖാൻ എല്ലാം 80 കോടിയുടെ ഒരു ഫാമില ജീവിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ എല്ലാവിധ ഹൈ ക്ലാസ് ആൾക്കാർ കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ശുദ്ധമായിരിക്കും. ഓക്കെ, ഈ പ്രതികരിക്കാതെ ഈ പുഴുക്കളാണ് ഈ പറയുന്നത് നരകിച്ച് ജീവിക്കുന്നത്, ഫാം ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന മീഡിയാസ് വഴി എല്ലാം ഫാം ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ സമയം, അതുപോലെ നിങ്ങളുടെ സമയം, ഓക്കെ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അതെല്ലാമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രൈമറി ആണ് ഇപ്പൊ ഡൽഹിയിൽ എല്ലാം ആൾക്കാർ ശ്വാസം മുട്ടി നടക്കുമ്പോൾ അവിടെ നേരെ ഒരു ബിസിനസ് പൊങ്ങി. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പൊ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ സൊല്യൂഷൻ നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, ബിസിനസിന്റെ ഏറ്റവും ബേസിക് തീരമാണത്. അപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാം വിറ്റ് പോകുന്നത് എയർ പ്യൂരിഫയേഴ്സ് ആണ്. ഓക്കെ, ഒരുപാട് എയർ പ്യൂരിഫയേഴ്സിന്റെ ആഡ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചായപ്പൊടിയുടെ അതൊക്കെ ഒരുപാട് ആഡ് വന്നുകൊണ്ടിരിക്കുന്നത്, ചെടികളുടെയും കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതെല്ലാം നിസ്സാരം തന്നെയാണ്. ഓക്കെ, നിസ്സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ 95% ബുദ്ധിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാം. ഓക്കെ, അതോടൊപ്പം കുറെ ഫോഗ് എന്ന് പറഞ്ഞ് കുറെ വെള്ളം തളിച്ചുകൊണ്ട് നടക്കുന്നു. അതപ്പോ ഈ അറിവില്ലാത്തവരെ പറ്റിക്കാൻ സുഖമാണ്. അപ്പോ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന എറണാകുളത്ത്, ഈ പറയുന്ന കേരളത്തിലാണെങ്കിലും ഈ അപ്പൂപ്പന്മാരല്ലേ ഒരുപാട് ഒരു പട്ടിയെ പോലും പിടിച്ചു കിട്ടാൻ കഴിയില്ലാത്ത അപ്പൂപ്പന്മാരെ പിന്നെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതികരണ ശേഷിയില്ല. അതായത് ഇന്നും കുറച്ചു നാൾക്ക് മുമ്പും പോയിട്ട് ഒരാൾ പോയി വണ്ടി വീണിരിക്കുന്നു. അതായത് നമ്മുടെ ഹൈവേ പണിയെല്ലാം. ഓക്കെ, അപ്പോൾ ഈ മോഡേൺ ടെക്നിക്സ് ഒന്നും കൊണ്ടുപോയില്ല, കാരണം മോഡേൺ ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. അതായത് മോഡേൺ ആൾക്കാർ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ആ ഒരു മദ്യത്തിന് ലഹരിക്കൊക്കെ പുറകെ അവർ ഓടിച്ചു വിട്ടു. അപ്പൊ അപ്പൂമാർക്ക് തന്നെ ഭരിക്കാലോ. ബീഹാറിലെല്ലാം കള്ളവോട്ടെല്ലാം ചെയ്ത് പിന്നെ അപ്പൂപ്പ, അതായത് നാഷണൽ ആന്തം എന്താന്ന് പോലും അറിയാതെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരു അപ്പൂപ്പൻ. അതായത് 80 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഈ 2025 ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 80ഉം 60ഉം വയസ്സുള്ള ജഡ്ജിമാരും. അപ്പോൾ ഈ വിഡ്ഢികളെ എല്ലാം പേടിയുള്ള ആ ഒരു കൂട്ടം യുവാക്കൾ, അത് തന്നെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ക്യാൻസർ. ഓക്കെ, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ഭാവി തിരിച്ചറിയാതെ, അതൊന്നും കുഴപ്പമില്ല. 2027 ആകുമ്പോൾ എല്ലാവർക്കും പണി കിട്ടിക്കോളും. ഇപ്പൊ തന്നെ 15,000 20,000 രൂപ ഇല്ലേ ശമ്പളം പോട്ടാ. അപ്പൊ അതെല്ലാം അവരെ ഉടനെ സ്റ്റക്ക് ആക്കും, കാരണം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് പോലും നട്ടിലില്ലാത്ത ആൾക്കാരാണ്. സ്വന്തം വീട്ടുകാർക്ക് എന്ത് പറ്റിയാലും, സ്വന്തം ശരീരത്തിന് എന്ത് പറ്റിയാലും ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ. ഓക്കെ, പണമുള്ളവരെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ, പവറുള്ളവരെ പേടിച്ചു നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ നേപ്പാൾ എല്ലാം, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യം. നേപ്പാൾ എല്ലാം അല്ലേ, മന്ത്രിമാരുടെ വീടെല്ലാം കത്തിക്കുന്നു, പാർലമെന്റ് കത്തിക്കുന്നു, ഒച്ചപ്പാടെടുക്കുന്നു, കുഞ്ഞുങ്ങൾ ചെറുതുങ്ങളല്ല. ഓക്കെ, നട്ടിലുള്ള ഉറക്കാത്ത ആൾക്കാർ. പക്ഷെ ഇവിടെയുള്ള ആ ഒരു പ്രായമുള്ള ആൾക്കാരെല്ലാം അല്ലെ LDF, UDF, BJP എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടി പിടിച്ച് നടക്കുന്നു. അവർക്ക് പണം കിട്ടുന്നുണ്ട്, അവർക്ക് ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ട്. വിഡ്ഢികളെ നിങ്ങൾക്ക് കിട്ടുന്നില്ലത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കടിപിടിപ്പിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം ഓടുന്തോറും അതിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, കാരണം ഞങ്ങളുണ്ടല്ലോ, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ഇപ്പോ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇല്ലാതാക്കും. ഓക്കെ, നട്ടില്ലാത്ത ആൾക്കാർ അങ്ങനെ പോട്ടെ അല്ലേ.